പള്ളിയെപ്പറ്റി പരിശുദ്ധ ഖുർആൻ മസ്ജിദ് എന്ന പദം 22 തവണ ഖുർആനിൽ പ്രയോഗിച്ചിട്ടുണ്ട്. 6 തവണ അതിന്റെ ബഹുവചനമായ മസാജിദ് എന്ന പദവും പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ മസ്ജിദിനെ പറ്റി പറയുമ്പോ വഅന്നൽ മസാജിദ ലില്ലാഹ്, ആ പള്ളിയെ അല്ലാഹുവിലേക്കാണ് ചേർത്തി പറഞ്ഞിട്ടുള്ളത്. ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ, അല്ലാഹുവിന്റെ അനുമതിയോടുകൂടി പടുത്തുയർത്തപ്പെടുന്ന അവന്റെ ഭവനങ്ങൾ എന്നാണ് ഖുർആൻ പറയുന്നത്. ഇങ്ങനെ അല്ലാഹുവിലേക്ക് ചേർത്തി പറഞ്ഞത്, ഇത്ര തവണ ആവർത്തിച്ച് പറഞ്ഞത്, ഏകവചനവും ബഹുവചനവുമായി പ്രയോഗിച്ചത്, അതുപോലെ ഖുർആനിലേക്ക് നോക്കിയാൽ മറ്റു പലതും നമുക്ക് കാണാം. ഇതിൻ്റെയൊക്കെ അർത്ഥമെന്താ? പള്ളിക്ക് ഇസ്ലാമിലുള്ള സ്ഥാനമാണ്, പള്ളിക്കൊരു മുസ്ലിമിന്റെ മനസ്സിലുണ്ടാവേണ്ട സ്ഥാനമാണ്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു തആല പറഞ്ഞത്, ആ പള്ളിയുടെ ദൗത്യം എന്താവണം, പള്ളിയിലേക്ക് പോകുന്നവന് അവിടെ വെച്ച് നേടിയെടുക്കേണ്ടത് എന്താണ്? ആരെയോ കണ്ടു തനിക്ക് കിട്ടാനുള്ള കാശ് ചോദിച്ചു, ആരെയോ കണ്ടു തൻ്റെ ആവശ്യമായ ഒരു ഡിസ്കഷൻ, ഒരു ബിസിനസ് സംബന്ധമായ ഡിസ്കഷൻ നടന്നു, ആരെയോ കണ്ടു അവിടെ വെച്ച് ഒരു പണ്ടുണ്ടായിരുന്ന ഒരു കണക്ക് തീർക്കുന്ന നിലക്കൊരു വാക്കേറ്റം നടന്നു. ഇതിനല്ല പള്ളിയിലേക്ക് പോവേണ്ടത്. നേരെ മറിച്ച് ആ പള്ളിയിൽ ചെന്നുകൊണ്ട് ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ വയുൽകറ ഫീഹാ ഇസ്മുഹു യുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഗുദുവ്വി വൽ ആസാൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. അഭിവന്യനായ അധ്യക്ഷൻ, ഈ യോഗത്തിൻ്റെ ഉദ്ഘാടകൻ, ഈ സ്റ്റേജിൽ ഉപവിഷ്ടരായ ഉന്നത വ്യക്തിത്വങ്ങളെ, സംഘടനാ സാരഥികളെ, മറ്റു പ്രമുഖരായ ആളുകളെ, ഈ സദസ്സിലും സദസ്സിനു പുറത്തും ഈ പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സഹോദരികളെ, സഹൃദയരായ നാട്ടുകാരെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇന്ന് അസ്ർ നമസ്കാരത്തോടുകൂടി അവനെ മാത്രം ആരാധിക്കുവാനുള്ള ഒരു ഭവനം ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഈ പള്ളി നിർമ്മിക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ലെങ്കിലും ആ പള്ളി പരിപാലിച്ച് നിലനിർത്തുക എന്നത് നിർമ്മിക്കുന്നതിനേക്കാൾ കൂടുതൽ ഉത്തരവാദിത്തവും പ്രയാസവുമുള്ള കാര്യമാണ്. അതിലൊന്നാമത്തെ ഭാഗം ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു, പള്ളിയുടെ നിർമ്മാണം. നമ്മുടെ ബഹുമാന്യനായ യൂസുഫ് സാഹിബും അതേപോലെ തന്നെ മറ്റു പല ആളുകളുടെയും സഹകരണങ്ങളോടുകൂടെ ഇതിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ
സാമ്പത്തികമായ സഹായം ലഭിക്കുകയും ഇവിടെയുള്ള നേരത്തെ നിങ്ങൾ കേട്ട നമ്മുടെ പ്രിയങ്കരരായ പ്രവർത്തകന്മാരുടെ സംഘടനാ നേതൃത്വത്തിലുള്ളവരുടെ മാർഗനിർദ്ദേശവും അതുപോലെ തന്നെ ഇവിടെ പ്രാദേശികമായി ഇതിൻ്റെ ചുറ്റുമുള്ള ബന്ധപ്പെട്ട ആളുകളുടെ കഠിന പ്രയത്നവും കാരണമായി ഈ പള്ളി ഇന്ന് നാം കാണുന്ന വിധത്തിൽ മനോഹരമായി നിർമ്മാണം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ഉള്ളതാണ് ഏറ്റവും പ്രധാനം. അത് വലിയ ഉത്തരവാദിത്തമാണ്, പള്ളി പരിപാലിക്കുക എന്നത്. കാരണം പള്ളി പരിപാലിക്കുന്നതിലൂടെയാണ് പള്ളി എന്തിനു വേണ്ടി നിർമ്മിച്ചു ആ നിർമ്മിക്കപ്പെട്ട ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടുന്നത്. ഒരു അർത്ഥത്തിൽ പള്ളി നിർമ്മാണത്തിന് സഹായം ചെയ്ത, അതിൻ്റെ നിർമ്മാണത്തിൽ പങ്കാളികളായ ആളുകൾക്ക് അവരുടെ നീയത്ത് അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടാണ് ഇത് ചെയ്തിട്ടുള്ളതെങ്കിൽ, അള്ളാഹുവിൻ്റെ നാമം സ്മരിക്കപ്പെടണം ഇവിടെ എന്ന ഉദ്ദേശത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളതെങ്കിൽ, മൻ ബനാ ലില്ലാഹി മസ്ജിദൻ യബ്തഗി ബിഹി വജ്ഹല്ലാഹ് ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടൊരു ഭവനം ഒരാൾ നിർമ്മിച്ചാൽ, അഥവാ അള്ളാഹുവിനുള്ള ഭവനം പള്ളി ഒരാൾ നിർമ്മിച്ചാൽ, ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അള്ളാഹു അയാൾക്ക് സ്വർഗത്തിലൊരു ഭവനം നിർമ്മിച്ചു കൊടുക്കും. അപ്പൊ സ്വർഗത്തിലുള്ള ഒരു ഭവനം, അത് ഇത് നിർമ്മിക്കുന്ന ആൾക്ക് അള്ളാഹുവിൻ്റെ റസൂൽ ഓഫർ ചെയ്തിട്ടുള്ളതാണ്, അതവർക്ക് ലഭിക്കും. അൽഹംദുലില്ലാ, യൂസുഫ് സാഹിബിനും മറ്റുള്ളവർക്കും അത് ലഭിക്കുമാറാവട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. ഇതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം ഈ പള്ളി ഇത് നിർമ്മിക്കുന്നതു വഴി അത് പൂർത്തീകരിക്കുന്നുവെങ്കിലും എന്തിനാണ് പള്ളി? അള്ളാഹുവിൻ്റെ റസൂല് മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്ത് ആദ്യം അവിടെ ഖുബായിലാണ് ഇറങ്ങിയത്. എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പുറപ്പെട്ടു. ഇന്ന് മസ്ജിദുൻ നബവിയുള്ള അവിടേക്ക് ഓരോരുത്തരും നബിയുടെ ബന്ധുക്കൾ, അമ്മാവന്മാരുൾപ്പെടെയുള്ളവർ അവിടെയുണ്ട്. അവരൊക്കെ തന്നെ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് നബിയെ ക്ഷണിച്ചുകൊണ്ടിരുന്നു. ചിലർ നബി സഞ്ചരിക്കുന്ന ഒട്ടകത്തിന്റെ മൂക്കുകയർ പിടിച്ചു. റസൂലുള്ള പറഞ്ഞു, ദഊഹാ ഫഇന്നഹാ മഅ്മൂറാ, നിങ്ങൾ വിട്ടേക്കൂ ആ ഒട്ടകത്തെ, അത് ശാസിക്കപ്പെട്ടതാണ്, അതിന് ദൈവശാസനയുണ്ട്, എവിടെയാണ് അത് മുട്ടുകുത്തേണ്ടത് എന്ന്. അള്ളാഹുവിങ്കിൽ നിന്ന് അതിനൊരു അള്ളാഹുവിങ്കിൽ നിന്നുള്ളൊരു സന്ദേശം അതിന് ലഭിച്ചിട്ടുണ്ട്, ഒരു ബോധം അതിന് ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾ ആരും എവിടേക്കും പിടിച്ചു വലിക്കേണ്ട, ദഊഹാ, അതിനെ നിങ്ങൾ വിട്ടേക്കൂ, ഫഇന്നഹാ മഅ്മൂറാ, അത് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്, ശാസിക്കപ്പെട്ടിട്ടുള്ളതാണ്, അവിടെ അത് മുട്ടുകുത്തിക്കൊള്ളും എന്ന് പറഞ്ഞു. ആ ഒട്ടകം മുട്ടുകുത്തിയിടത്താണ് ഇന്നത്തെ മസ്ജിദുൻ നബവി നിലകൊള്ളുന്നത്. ആദ്യം ആ പള്ളി, അതിനുശേഷം അതിനു ചുറ്റും താമസിക്കുന്ന ആളുകൾക്കുള്ള വീടുകളുടെ സൗകര്യം, അങ്ങനെയാണ് മദീന ഇന്ന് കാണുന്ന വിധത്തിലേക്ക് വളർന്നു വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ച്, ഒരു വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ച്, ഒരു മുസ്ലിം മഹല്ലിനെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ളത്, അവർക്ക് കൊല്ലത്തിലൊരിക്കൽ വരാനുള്ളതല്ല, മാസത്തിലൊരിക്കൽ വരാനുള്ളതല്ല, ആഴ്ചയിലൊരിക്കലും വരാനുള്ളതല്ല, മറിച്ച് ദിവസത്തിൽ ചുരുങ്ങിയത് 5 തവണയെങ്കിലും അവർ വരണം. അതിനുള്ള കേന്ദ്രമാണ് യഥാർത്ഥത്തിൽ പള്ളി എന്ന് പറയുന്നത്. അതുകൊണ്ട് ആളുകൾക്ക് സൗകര്യമില്ലാത്ത എവിടെയോ കൊണ്ടുപോയി ഒരു പള്ളി നിർമ്മിച്ചിട്ട് കാര്യമില്ല. അവിടേക്ക് ആളുകൾ എത്തിപ്പെടില്ല. ആളുകൾക്ക് എത്തണം, എന്നും 5 പ്രാവശ്യം എത്താൻ കഴിയണം, അത്ര എളുപ്പമാകണം. അതുകൊണ്ടാണ്
നബിയുടെ കൂടെയുള്ളവർക്ക് വീടിനുള്ള സ്ഥാനം നിർണയിക്കുന്നതിനു മുമ്പ് ആ ആളുകൾക്ക് ഒക്കെ തന്നെ ഒത്തുകൂടാൻ പറ്റുന്ന ഒരു സ്ഥലം, അതും അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഒരു ഇൽഹാമിന്റെ അടിസ്ഥാനത്തിൽ ഒട്ടകം മുട്ടുകുത്തി ആ സ്ഥലം ആരുടേതാണെന്ന് ചോദിച്ചു. അവർക്ക് അതിനുള്ള പണം നൽകിക്കൊണ്ട് ആ സ്ഥലം പള്ളി നിർമ്മാണത്തിനു വേണ്ടി സ്വന്തമാക്കി. എന്നിട്ടാണ് അവിടെ നിർമ്മിച്ചിട്ടുള്ളത്. അതിനുശേഷം അതിന്റെ പരിസരങ്ങളിൽ പ്രവാചകന് താമസിക്കുവാനുള്ള വീടുകൾ അവിടെ ഒരുങ്ങി. അതിനോടനുബന്ധിച്ച് തന്നെ മറ്റ് പല സഹാബികൾക്കുമുള്ള താമസ സൗകര്യങ്ങൾ ഒരുങ്ങി. അങ്ങനെ അകലെയും അടുത്തുമായി താമസിക്കുന്ന ആളുകൾ ഹയ്യ അലസ്സലാഹ് എന്ന വിളി കേൾക്കുമ്പോൾ ഹയ്യ അലൽ ഫലാഹ്, നമസ്കാരത്തിന് നിങ്ങൾ വരൂ, വിജയത്തിലേക്ക് നിങ്ങൾ വരൂ എന്ന വിളി കേൾക്കുമ്പോ ആ അടുത്തുള്ളവരും അകലെയുള്ളവരും ആ വിളി കേട്ടുകൊണ്ട് പള്ളിയിലേക്ക് നമസ്കരിക്കുവാൻ വേണ്ടി വന്നെത്തണം. അതിനുവേണ്ടി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ് പള്ളി. ആ പള്ളിയിലേക്ക് അവർ വരുന്നത്. നോക്കൂ നിങ്ങൾ, പള്ളിയെപ്പറ്റി പരിശുദ്ധ ഖുർആൻ മസ്ജിദ് എന്ന പദം 22 തവണ ഖുർആനിൽ പ്രയോഗിച്ചിട്ടുണ്ട്. 6 തവണ അതിന്റെ ബഹുവചനമായ മസാജിദ് എന്ന പദവും പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ മസ്ജിദിനെ പറ്റി പറയുമ്പോ വഅന്നൽ മസാജിദ ലില്ലാഹ്, ആ പള്ളിയെ അള്ളാഹുവിലേക്കാണ് ചേർത്തി പറഞ്ഞിട്ടുള്ളത്. ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ, അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി പടുത്തുയർത്തപ്പെടുന്ന അവന്റെ ഭവനങ്ങൾ എന്നാണ് ഖുർആൻ പറയുന്നത്. ഇങ്ങനെ അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞത്, ഇത്ര തവണ ആവർത്തിച്ച് പറഞ്ഞത്, ഏകവചനവും ബഹുവചനവുമായി പ്രയോഗിച്ചത്, അതുപോലെ ഖുർആനിലേക്ക് നോക്കിയാൽ മറ്റു പലതും നമുക്ക് കാണാം. ഇതിന്റെയൊക്കെ അർത്ഥമെന്താ? പള്ളിക്ക് ഇസ്ലാമിലുള്ള സ്ഥാനമാണ്, പള്ളിക്കൊരു മുസ്ലിമിന്റെ മനസ്സിലുണ്ടാവേണ്ട സ്ഥാനമാണ്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു തആല പറഞ്ഞത് ആ പള്ളിയുടെ ദൗത്യം എന്താവണം, പള്ളിയിലേക്ക് പോകുന്നവന് അവിടെ വെച്ച് നേടിയെടുക്കേണ്ടത് എന്താണ്? ആരെയോ കണ്ടു തനിക്ക് കിട്ടാനുള്ള കാശ് ചോദിച്ചു, ആരെയോ കണ്ടു തൻ്റെ ആവശ്യമായ ഒരു ഡിസ്കഷൻ, ഒരു ബിസിനസ് സംബന്ധമായ ഡിസ്കഷൻ നടന്നു, ആരെയോ കണ്ടു അവിടെ വെച്ച് ഒരു പണ്ടുണ്ടായിരുന്ന ഒരു കണക്ക് തീർക്കുന്ന നിലക്കൊരു വാക്കേറ്റം നടന്നു. ഇതിനല്ല പള്ളിയിലേക്ക് പോവേണ്ടത്. നേരെ മറിച്ച് ആ പള്ളിയിൽ ചെന്നുകൊണ്ട് ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ വയുൽകറ ഫീഹാ ഇസ്മുഹു യുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഗുദുവ്വി വൽ ആസാൽ. പരിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായമുണ്ട്. ആ അധ്യായത്തിന്റെ പേര് അന്നൂർ എന്നാണ്. നൂർ എന്ന വാക്കിന് അർത്ഥം പ്രകാശം എന്നാണ്. എന്ന് പറഞ്ഞാൽ പ്രകാശം എന്ന ആ പേരിൽ തന്നെ ഒരധ്യായം ഖുർആനിലുണ്ട്. ആ അധ്യായത്തിൽ പ്രകാശത്തെ സംബന്ധിച്ച് വളരെ സുന്ദരമായ ഒരു ഉപമ അള്ളാഹു വിവരിച്ചു തരുന്നുണ്ട്. അല്ലാഹു നൂറു സമാവാതി വൽ അർദ് മസലു നൂരിഹി കമിഷ്കാത്ത് ഫീഹാ മിസ്ബാഹ് എന്ന് തുടങ്ങിക്കൊണ്ട് അത് ഞാൻ വിവരിച്ചാൽ ദീർഘിച്ചു പോകുമെന്നതുകൊണ്ട് ഞാനത് ഓതിക്കൊണ്ടതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അള്ളാഹുവാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ പ്രദീപ്തമാക്കുന്ന പ്രഭ. ആ ദിവ്യപ്രഭയിലാണ് ഈ പ്രപഞ്ചം പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത്. അവന്റെ ആ പ്രകാശത്തിന്റെ ഉപമ കമിഷ്കാത്തിൻ, ഒരു വിളക്കുമാടം പോലെയാണ്. ഉയർന്നു നിൽക്കുന്ന വിളക്കുമാടം. ആ വിളക്കുമാടത്തിൽ ഒരു വിളക്ക് പ്രകാശിക്കുന്നുവെങ്കിൽ കടലിലൂടെ വരുന്ന കപ്പലുകൾക്ക് ആ വിളക്കുമാടം കണ്ടുകൊണ്ട് അവർക്ക് ദിക്കറിയാൻ സാധിക്കും, സ്ഥലമറിയാൻ അവർക്ക് സാധിക്കും. അതുപോലെ ദൂരദിക്കുകളിലുള്ള ആളുകൾക്ക് ദിശാബോധം നൽകുന്ന ഈ വിളക്കുമാടം പോലെ ആ ദിവ്യ വെളിച്ചത്തെ കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ്, ആ വിളക്കുമാടത്തിൽ ഒരു വിളക്കുണ്ട്. അൽ മിസ്ബാഹു ഫീ സുജാജ, ആ വിളക്ക് വെച്ചിട്ടുള്ളത് ഒരു സ്ഫടികത്തിലാണ്. അസ്സുജാജതു കഅന്നഹാ കൗകബുൻ ദുർരിയുൻ, ആ സ്ഫടികമാകട്ടെ അത് ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന തേജോഗോളം പോലെയാണ്, സൂര്യനെ പോലെ
ജ്വലിക്കുന്ന മറ്റേതോ ഗോളത്തെ പോലെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന സ്ഫടികം, ആ സ്ഫടികത്തിന്മേലാണ് എന്തു വെച്ചിട്ടുള്ളത്? ഈ വിളക്ക് വെച്ചിട്ടുള്ളത്. അതെ, യക്കാദ് അതിലേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയാകട്ടെ, ആ എണ്ണയെപ്പറ്റിയും പറയുന്നുണ്ട്. ആ വിളക്ക് കത്തണമെങ്കിൽ എന്തു വേണം? ആ വിളക്കിൽ എണ്ണയൊഴിക്കണം. മിൻ ഷജറത്തിൻ മുബാറകത്തിൻ സൈതൂനത്തിൻ ലാ ശർഖിയ്യത്തിൻ വലാ ഗർബിയ്യ. അതെ, അനുഗ്രഹീതമായ ഒലീവ് വൃക്ഷത്തിൽ നിന്നാണ് ആ എടുത്ത എണ്ണയാണ് ആ വിളക്കിലേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. യകാദു സൈതുഹാ യുളിഉ വലൗ ലം തംസസ്ഹു നാർ നൂറുൻ അലാ നൂർ, നൂറുൻ അലാ നൂർ. ആ എണ്ണയാകട്ടെ ഏത് എണ്ണയിൽ തീ എണ്ണയാണെങ്കിലും തീ കാണിക്കണം. തിരിവെച്ചുകൊണ്ട് ആ തിരിയിൽ തീ കൊളുത്തിയാലേ ആ എണ്ണ ഉപയോഗിച്ചുകൊണ്ട് ആ തിരി പ്രകാശിക്കുകയുള്ളൂ. പക്ഷെ ഈ എണ്ണയുടെ പ്രത്യേകത, അത് തീ കൊടുത്തിട്ടില്ലെങ്കിലും തീ കണ്ടിട്ടില്ലെങ്കിലും തീ സ്പർശിച്ചിട്ടില്ലെങ്കിലും അത് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയാണ്. അപ്പൊ സ്ഫടികം തന്നെ പ്രകാശിക്കുന്നു, അതിനു മുകളിലുള്ള വിളക്കിൽ ഒഴിച്ചിട്ടുള്ള എണ്ണയും പ്രകാശിക്കുന്നു. നൂറുൻ അലാ നൂർ, വെളിച്ചത്തിനുമേൽ വെളിച്ചം, വെളിച്ചത്തിനുമേൽ വെളിച്ചം. യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ, അല്ലാഹു അവന്റെ ആ വെളിച്ചത്തിലേക്ക് അവൻ ഉദ്ദേശിക്കുന്നവരെയാണ് നയിക്കുന്നത് എന്നാണ് ഖുർആൻ പറയുന്നത്. എന്നിട്ട് താഴെയാണ് പറയുന്നത്, എവിടെയാണ് ആ വെളിച്ചം? ആ ദിവ്യപ്രഭ നിങ്ങൾക്ക് എവിടെ നിന്ന് ലഭിക്കും? ഫീ ബുയൂത്തിൻ, ചില ഭവനങ്ങളിലാണ് ആ വെളിച്ചമുള്ളത്. ഏതാണ് ആ ഭവനം? അതാണ് അല്ലാഹുവിന്റെ ഭവനം, അഥവാ പരിശുദ്ധമായ പള്ളികൾ. അഹബ്ബുൽ ബിഖാഇ ഇലല്ലാഹ്, ഭൂമിയിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് ഏതാണ്? പള്ളികളാണ്. അപ്പൊ അള്ളാഹുവിന് ഭൂമിയിൽ ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം പള്ളി. ആ പള്ളികളിലാണ് ദിവ്യ വെളിച്ചം കുടിക്കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ അതിനല്ലാഹു അൻ തുർഫഅ വയുസ്കറ ഫീഹ ഇസ്മു, ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ, വെളിച്ചം കാണാത്ത മനുഷ്യൻ, അന്ധകാരത്തിന്റെ ഇരുട്ട്, അവന്റെ കർമ്മപദത്തിൽ, സ്വഭാവരംഗത്ത്, സാംസ്കാരിക രംഗത്ത്, ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും ഇരുട്ട് മൂടിക്കിടക്കുന്ന ആ മനുഷ്യൻ ഒരൽപ്പം വെളിച്ചം കാണാൻ കൊതിച്ചുകൊണ്ട് നടക്കുമ്പോൾ വെളിച്ചം അവൻ അറിയണ്ടേ എവിടെയുണ്ടെന്ന്. അതുകൊണ്ടാണ് അല്ലാഹു തആല നമ്മളോട് പറഞ്ഞത്, ഈ പ്രപഞ്ചത്തെ മുഴുവൻ പ്രദീപ്തമാക്കുന്ന ആ കൂട്ടത്തിലെടോ മനുഷ്യ, നിന്നെയും പ്രകാശിപ്പിക്കുന്ന, നീ മാത്രമല്ല പ്രപഞ്ചം തന്നെ കൂരിരുട്ടിലാകുമ്പോൾ ആ കൂരിരുട്ടിലേക്ക് നിങ്ങൾക്ക് വെളിച്ചം നൽകുന്നത് ദൈവീകമായ വെളിച്ചമാണ്, ആ ദിവ്യ വെളിച്ചമാണ്. നിങ്ങൾക്ക് എവിടെ നിന്നാണ് ആ വെളിച്ചം ലഭിക്കുക? ഫീ ബുയൂത്തിൻ, അല്ലാഹുവിന്റെ ചില ഭവനങ്ങളുണ്ട്. അതിനല്ലാഹു അൻ തുർഫഅ വയുസ്കറ ഫീഹ ഇസ്മു, ആ ഭവനങ്ങള്, വെളിച്ചം കുടിക്കൊള്ളുന്ന അള്ളാന്റെ ഭവനങ്ങൾ, പള്ളികൾ നിർമ്മിക്കാൻ, അത് പടുത്തുയർത്താൻ അവന്റെ അനുമതിയും അവന്റെ ആജ്ഞയുമുണ്ട്. അതേപോലെ വയുസ്കറ ഫീഹ ഇസ്മു, പോരാ, അത് നിർമ്മിച്ചാൽ പോരാ, അതുകൊണ്ട് നിങ്ങളുടെ ഉത്തരവാദിത്തം തീരുന്നില്ല. വയുസ്കറ ഫീഹ ഇസ്മു, അവന്റെ നാമം അവിടെ സ്മരിക്കപ്പെടണം. അതാണ് പള്ളിയുടെ പ്രഥമ ദൗത്യം. ദൈവനാമം സ്മരിക്കപ്പെടണം. അവിടെ ദിവ്യ വെളിച്ചം അവിടെ നിന്ന് പ്രകാശിപ്പിക്കപ്പെടണം. അതെ, അതുകൊണ്ട് തന്നെ പറഞ്ഞു, യുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഉദുവ്വി വൽ ആസാൽ, രാവിലെയും വൈകുന്നേരവും പ്രഭാത പ്രദോഷങ്ങളിൽ, ദിനരാത്രങ്ങളിൽ, രാപ്പകലുകളിൽ, ദിവസവും നിത്യേന പതിവായി അവിടെ വന്നുകൊണ്ട് അവനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആളുകൾ ഉണ്ട് എന്ന് ഖുർആൻ പറഞ്ഞത്. റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്, അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് നമസ്കരിക്കുന്നതിൽ നിന്ന്, പള്ളിയിൽ വരുന്നതിൽ നിന്ന്,
അവരുടെ കച്ചവടമോ മറ്റു ഇടപാടുകളോ അവർക്ക് തടസ്സമാവുന്നില്ല. അങ്ങനെയുള്ള ആളുകളാണ് ഈ പള്ളിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പള്ളിയിൽ നമസ്കാരം കൃത്യമായി നിർവഹിക്കപ്പെടുന്നു. അതേപോലെ തന്നെ അവിടെ വെച്ചുകൊണ്ട് മറ്റ് സാമ്പത്തികമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു. അതേപോലെ തന്നെ അവിടെ വെച്ചൊരു ഒരു മുസ്ലിം ഉമ്മത്തിന്റെ നാനോന്മുഖമായ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അവിടെ വെച്ച് നിർദ്ദേശിക്കപ്പെടുന്നു. ആ പരിഹാരം കണ്ടെത്തുന്നു, പരിഹാരം സ്വീകരിക്കുന്നു. അങ്ങനെ സുസംഘടിതമായി സുസജ്ജമായി ആത്മാർത്ഥമായി ദൈവത്തിന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രം തലകുനിച്ച് അവനോട് മാത്രം വിളിച്ചു തേടിക്കൊണ്ട് ആ ദിവ്യ വെളിച്ചം അവിടെ നിന്ന് പ്രകാശിപ്പിക്കപ്പെടുന്നു. അതാണ് നമ്മുടെ പള്ളിയുടെ ദൗത്യം. ഒന്നാമത് അവിടെ നിന്ന് ലഭിക്കുന്ന ഈ വെളിച്ചത്തെ മൊത്തത്തിൽ പറഞ്ഞാൽ അള്ളാഹുവിങ്കിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട ഖുർആൻ, ആ ഖുർആനെയാണ് അള്ളാഹു പ്രകാശം എന്ന് വിശേഷിപ്പിച്ചത്. ആ ഖുർആനാണ് ഈ പള്ളിയിൽ വെച്ച് പാരായണം ചെയ്യപ്പെടുന്നത്. ആ ഖുർആനാണ് ഈ പള്ളിയിൽ വെച്ച് പഠിപ്പിക്കപ്പെടുന്നത്. ആ ഖുർആനിന്റെ സന്ദേശമാണ് ഈ പള്ളിയിൽ നിന്ന് ഉൾക്കൊള്ളുന്നത്. അതേപോലെ തന്നെ വസിറാജം മുനീറ, മുഹമ്മദ് നബിയെ ഇതേപോലെ തന്നെ ആളുകൾക്ക് വെളിച്ചം നൽകിക്കൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ ദൂതനെയും ഖുർആൻ അങ്ങനെ വിശേഷിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഖുർആനും സുന്നത്തുമാകുന്ന ദിവ്യ വെളിച്ചം അതാണ് പള്ളിയിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടത്. ഞാൻ അധികം നീട്ടി സംസാരിക്കുന്നില്ല. അബൂബക്കർ മൗലവി പെട്ടെന്ന് നിർത്തരുത്, കുറച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞെങ്കിലും ഈ വെയില് പോയിട്ടില്ല. ഇപ്പോഴും വെയിൽ കൊണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ഇനിയും കൂടുതൽ സമയം വെയിലത്തിരുത്തുന്നത് അത്ര അഭികാമ്യമല്ലെന്ന് എനിക്ക് തോന്നുന്നത് കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഞാൻ പറയുന്നത് ഒന്നാമതായി ലഭിക്കേണ്ട വെളിച്ചം തൗഹീദിന്റെ വെളിച്ചമാണ്. നൂറു തൗഹീദ്, തൗഹീദിന്റെ വെളിച്ചം. വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. പള്ളികൾ അല്ലാഹുവിനുള്ളതാണ്. അള്ളാഹുവിനോടല്ലാതെ ആരോടും നിങ്ങൾ ദുആ ചെയ്യരുത്, നിങ്ങൾ വിളിച്ചു തേടരുത്, നിങ്ങൾ സഹായാർത്ഥന നടത്തരുത്, നിങ്ങൾ ഇസ്തിഗാസ ചെയ്യരുത്. അതെ, മനുഷ്യ കഴിവിന് അതീതമായ രീതിയിൽ, അഭൗതികമായ രീതിയിൽ, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ രീതിയിൽ മനുഷ്യനോട് ജീവനുള്ളവനാണെങ്കിൽ, സ്ഥലത്തുള്ളവനാണെങ്കിൽ, കഴിവുള്ളവനാണെങ്കിൽ അവന്റെ കഴിവിൽപ്പെട്ട വല്ല കാര്യവും ചെയ്തു തരാൻ ചോദിക്കാം എന്നത് മതം അനുവദിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത്, നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, അത് ഇതിൽപ്പെട്ടതല്ല. അള്ളാഹുവിനോട്, അതെ, മരിച്ചുപോയ ആളുകളോട് ചോദിക്കാൻ പാടില്ല, അവർക്ക് കേൾക്കില്ല, അവർക്ക് ഉത്തരം തരാൻ കഴിയില്ല. സ്ഥലത്തില്ലാത്ത ആള്, കേൾക്കാത്ത ഒരാളെ ഇവിടെ നിന്ന് വിളിച്ചാൽ കേൾക്കില്ല, അതും പാടില്ലാത്തതാണ്, കുറ്റകരമായ കാര്യമാണ്. അതുപോലെ അദൃശ്യമായിട്ടുള്ള ജീവികൾ, മലക്കുകൾ പോലെ, ജിന്നുകൾ പോലുള്ളവ, അവ ഗായിബിൽപ്പെട്ടത്, ഗായിബീങ്ങളാണ്, അവരോടും വിളിച്ചു തേടാൻ പാടില്ല. നേരെ മറിച്ച് വിളിച്ചു തേടേണ്ടത് അള്ളാഹുവിനോട് മാത്രമാണ്. ഈ പള്ളിയുടെ പ്രത്യേകത അതാണ്. നമ്മൾ അള്ളാഹുവിനോടല്ലാതെ മരിച്ചുപോയ മഹാത്മാക്കളോടോ അല്ലാത്തവരോടോ ഒരിക്കലും തന്നെ വിളിച്ചു തേടില്ല. റബ്ബിനെ മാത്രം വിളിച്ചു തേടുന്ന, അവനോട് മാത്രം സഹായം തേടുന്ന, അത് പ്രചരിപ്പിക്കുന്ന, ആ ശുദ്ധമായ കറകളഞ്ഞ തൗഹീദിന്റെ വെളിച്ചം ജനങ്ങൾക്ക് പ്രകാശിപ്പിച്ചു കൊടുക്കുന്ന പള്ളിയായിരിക്കും നമ്മുടെ പള്ളി. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഇവിടെ നിന്ന് പരിശുദ്ധ ഖുർആൻ അത് പാരായണം ചെയ്യുകയും അത് അർത്ഥം പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമെന്നുള്ളതാണ് ഈ പള്ളിയുടെ രണ്ടാമത്തെ ഒരു പ്രത്യേകത. പള്ളിയുടെ ദൗത്യത്തിൽപ്പെട്ടതു തന്നെയാണത്. وَمَجْتَمَعَ قَوْمٌ فِي بَيْتٍ مِّن بُيُوتِ اللَّهِ يَتْلُونَ كِتَابَ اللَّهِ وَيَتَدَارَسُونَهُ فِيمَا بَيْنَهُمْ إِلَّا حَفَّتْهُمُ الْمَلَائِكَةُ وَغَشِيَتْهُمُ الرَّحْمَةُ وَنَزَلَتْ عَلَيْهِمُ السَّكِينَةُ وَذَكَرَهُمُ اللَّهُ فِي مَنْ عِندَهُ.
അള്ളാഹുവിന്റെ ഭവനമായ ഈ പള്ളി, ഒരു വിഭാഗം ആളുകൾ അവിടെ ഇരുന്ന് ഒരുമിച്ച് കൂടിയിരുന്നു കൊണ്ട് അള്ളാന്റെ കിതാബായ ഖുർആൻ, അള്ളാന്റെ വെളിച്ചമായ ഖുർആൻ പാരായണം ചെയ്യുകയും അതവർ ചർച്ച ചെയ്ത് പഠിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇല്ലാ ഹഫ്ഫത്തുഹുമുൽ മലായിക, അള്ളാഹുവിന്റെ മലക്കുകൾ വന്ന് അവരെ ചുറ്റിപ്പൊതിയും. അതേപോലെ വഗശിയതുഹുമുർ റഹ്മ, അവന്റെ റഹ്മത്തിന്റെ പ്രത്യേകമായ കാരുണ്യത്തിന്റെ മലക്കുകൾ അവിടെ വന്നുകൊണ്ട് ആവരണം ചെയ്യും, വന്നു മൂടും. വനസലത്ത് അലൈഹിമുസ് സകീന, അള്ളാഹുവിന്റെ സമാധാനത്തിന്റെ ദൂതന്മാർ, മലക്കുകൾ അവരിലേക്ക് വാനലോകത്ത് നിന്ന് ഇറങ്ങി വരും. ഇത്രയും വലിയ ഗുണം ലഭിക്കുന്ന, പുണ്യം ലഭിക്കുന്ന, സവിശേഷത ലഭിക്കുന്ന ഈ പള്ളിയുടെ ദൗത്യം നിർവഹിക്കപ്പെടണം. അതാണ് ഈ പള്ളിയുടെ പ്രത്യേകത. പിന്നെ ഈ പള്ളിയിൽ നിന്ന് വെള്ളിയാഴ്ച പ്രവാചകന്റെ ഖുതുബ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവർക്ക് ഉപദേശം നൽകലാണ്. ഫഖാമ വവഅലന്നാസ, നബിയുടെ ഖുതുബയെ പറ്റി അങ്ങനെയാണ് ഹദീസിൽ വന്നത്. നബി എഴുന്നേറ്റ് നിന്ന് ജനങ്ങളെ ഉപദേശിച്ചു എന്ന്. ഫകാന ലാ യുതീലു മൗഇളത യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസത്തെ ഖുതുബയാകുന്ന ഉപദേശം വളരെ ദീർഘിപ്പിക്കാറുണ്ടായിരുന്നില്ല. പ്രവാചകന്റെ ഖുതുബ എന്ന് പറയുന്നത് ഖസ്ദൻ, മിതമായ വിധത്തിലാണ്. നന്നേ ദീർഘിച്ചതുമാവില്ല, പറ്റേ ചെറുതുമാവില്ല, രണ്ടിന്റെയും ഇടയിലുള്ളതായിരുന്നു പ്രവാചകന്റെ ഖുതുബ എന്ന് ഹദീസിൽ കാണാം. ആ ഖുതുബയിൽ നബി ജനങ്ങൾക്ക് ആവശ്യമുള്ളത് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ആ ഖുതുബയിൽ അവർക്ക് ആവശ്യമുള്ളത് പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇതാണ് ഖുതുബ. ജനങ്ങൾക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ, അവർക്ക് അറിയാത്ത ഭാഷയിൽ എന്തോ ഒരു ബുക്ക് നോക്കി ആരോ വായിച്ചു പോയാൽ പ്രവാചകന്റെ ഖുതുബയാകില്ല. അങ്ങനെ ചില ഇബ്നു നുബാത്തത്തുൽ മിസ്രിയുടെ പ്രസംഗത്തിന്റെ സമാഹാരം നോക്കി വായിച്ചുകൊണ്ട് ഖുതുബ നിർവഹിക്കപ്പെടുന്ന പള്ളികളുണ്ട്. നമ്മുടെ പള്ളി അങ്ങനത്തെ പള്ളിയല്ല. ഖുർആനും ഹദീസും ആധികാരികമായി ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന തരത്തിലുള്ള ഖുത്ബ അതായിരിക്കണം ഈ മിമ്പറിൽ വെച്ച് നടക്കേണ്ടത്. അത് അങ്ങനെ ആവുമെന്നതാണ് ഈ പള്ളിയുടെ പ്രത്യേകത. ഈ പള്ളിയിൽ പ്രവാചകന്റെ സുന്നത്താണ്, ഞാൻ കൂടുതൽ നീട്ടിപ്പറയുന്നില്ല. പ്രവാചക ചര്യയാണ് ഇവിടെ ഉണ്ടാകുക. ആണുങ്ങൾ മാത്രം പള്ളിയിൽ വന്നാൽ പോരാ. പിരിവിന് മാത്രം പെണ്ണുങ്ങളെ പള്ളിയിലേക്ക് വിളിച്ചാൽ പോരാ. പിരിവ് കൊടുക്കാൻ അവർക്ക് പള്ളി സന്ദർശിച്ചു പോകാം, കാതിലും കഴുത്തിലുള്ളതൊക്കെ അങ്ങ് എടുത്തു കൊടുക്കാം. അതിനുവേണ്ടി പെണ്ണിനെ പള്ളിയിലേക്ക് വിളിക്കാം. അല്ല, പെണ്ണിനെ പള്ളിയിലേക്ക് വിളിക്കേണ്ടത് ജുമുഅ, ആണുങ്ങളെപ്പോലെ അതിൽ പങ്കെടുക്കാനാണ്. അതേപോലെ തന്നെ ജമാഅത്തുകളിൽ ആണുങ്ങളെപ്പോലെ അതിൽ പങ്കെടുക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ, സഹാബ വനിതകൾ, പ്രവാചകന്റെ കാലത്തും പ്രവാചകന്റെ ശേഷവും അത് ഇന്നോളം തുടർന്നു വരുന്നുണ്ട്. മസ്ജിദുൻ നബവിയിൽ ഇന്നത്തെ ദിവസം വരെ അവിടെ പള്ളിയിൽ ജമാഅത്തിന്, അതേപോലെ തന്നെ ജുമാ ദിവസം ജുമാകൾക്ക് ധാരാളം പുരുഷന്മാരെ പോലെ ധാരാളം സ്ത്രീകൾ, ആ മദീനത്തുള്ളവരുമല്ലാത്തവരുമായ ഹജ്ജിനും ഉംറക്കും വരുന്ന ആളുകളും മറ്റ് സന്ദർശകരായി വരുന്നവരും ആണാവട്ടെ പെണ്ണാവട്ടെ ജുമുഅ ജമാഅത്തുകളിൽ പങ്കെടുക്കാറുണ്ട്. അത് ഇടമുറിയാതെ തുടർന്നു വന്നിട്ടുണ്ട്. നമ്മുടെ ഈ പള്ളിയുടെ പ്രത്യേകത അതുകൂടിയാണ്. റസൂലുള്ളാന്റെ കാലത്ത് അവിടുന്ന് കാണിച്ചു തന്ന പോലെ, അവിടെ ചര്യയാക്കി തന്ന പോലെ. ഇപ്പോ പരിശുദ്ധ ഖുർആനിലെ ആയത്ത് ഇറങ്ങിയ ഒരു രംഗമുണ്ടല്ലോ, വതറകൂക ഖായിമാ എന്ന് പറഞ്ഞത്. അതായത് മദീന, ഒരു സിറിയയിൽ നിന്നുള്ള കച്ചവട സംഘം മദീനത്തെത്തിയപ്പോ ആ കച്ചവട സംഘത്തിന്റെ ആരവം കേട്ട്, ഇസ്ലാമിന്റെ ആദ്യകാലമാണ്, അപ്പൊ പള്ളിയിലുള്ള കുറെ ആളുകൾ പട്ടിണി കൊണ്ട് വിഷമിച്ചിരിക്കുന്ന സമയമാ. അവർ പള്ളിയിൽ നിന്ന് കുറെ ആണുങ്ങളും കുറെ പെണ്ണുങ്ങളും ഇറങ്ങിപ്പോയി. അപ്പൊ റസൂലുള്ള ചോദിച്ചു, കം അൻതും, നിങ്ങൾ എത്ര ആളെ ഇനി ബാക്കിയുണ്ട് എന്ന്. 40 ജുമുഅ സ്വഹിയാകൂല എന്ന് പറയാറുണ്ടല്ലോ. ഫഅദ്ദു അൻഫുസഹും ഫൈദാഹും 12 റജുലൻ വംറഅ. അപ്പൊ അവർ എണ്ണി നോക്കുമ്പോ 12 ആണുങ്ങളും അതേപോലെ തന്നെ ഒരു പെണ്ണും
അവിടെ ബാക്കിയുണ്ട്. വേറുള്ളവരൊക്കെ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. റസൂലുള്ള ഖുത്ബ പൂർത്തിയാക്കി, അതേപോലെ നമസ്കാരവും നിർവഹിച്ചു. അന്ന് മുതൽക്ക് പെണ്ണുങ്ങൾ ജുമാക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് നബിയുടെ കാലശേഷവും തുടർന്നിട്ടുണ്ട്. അത് ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ നിരോധിക്കപ്പെട്ടിട്ടില്ല. നമ്മുടെ ഈ പള്ളിയിൽ സ്ത്രീകൾക്ക് ജുമാക്ക് വരാൻ സൗകര്യമുണ്ട്, അതേപോലെ ജമാഅത്തിൽ പങ്കെടുക്കാനും സൗകര്യമുണ്ട്. ഇപ്പോ പെണ്ണുങ്ങൾക്ക് അത്യാവശ്യം ബോധം വന്നു എന്ന് കണ്ടപ്പോ പെണ്ണ് പള്ളിക്ക് കയറാൻ പാടില്ല എന്ന് പറയുന്നവരും പള്ളിനോട് അറ്റാച്ച് ചെയ്തുകൊണ്ടോ ഡിറ്റാച്ച് ചെയ്തുകൊണ്ടോ സ്ത്രീകൾക്കുള്ള നമസ്കാര സ്ഥലം എന്ന് മലയാളത്തിൽ ബോർഡ് എഴുതി വെച്ച് അങ്ങനെ സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ട്. എന്തിനത് വേണം? പള്ളി തന്നെയാണ് അവർക്ക് നിസ്കരിക്കാൻ അവകാശപ്പെട്ടത്. ഈ പള്ളി റസൂലുള്ള കാണിച്ചു തന്ന പോലെ അത് തുടരും. ഒറ്റ കാര്യം കൂടി പറയട്ടെ ഞാൻ, ഈ പള്ളിയിൽ റസൂലുള്ള കാണിച്ചു തന്നിട്ടില്ലാത്ത അനാചാരങ്ങള്, നരകത്തിലേക്ക് നയിക്കുന്ന കുറ്റകരമായ കാര്യങ്ങള് അതൊന്നും നമ്മുടെ പള്ളിയിൽ ഉണ്ടായിരിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ ആ കൂട്ടത്തിൽ ഒരുപാടുണ്ട്. നമസ്കാരവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ സുബഹി നമസ്കാരത്തിലെ ഖുനൂത്ത് നബി ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ സുബഹി നമസ്കാരത്തിൽ ഖുനൂത്ത് ഉണ്ടാവില്ല. അതേപോലെ നമസ്കാര ശേഷം ഒരു കൂട്ടപ്രാർത്ഥന ഇമാമ് പ്രാർത്ഥിച്ച് മൗമൂമീങ്ങൾ ആമീൻ ചൊല്ലുന്ന ഒരു കൂട്ടം ആളുണ്ടെങ്കിൽ ഒരു കൂട്ടം പ്രാർത്ഥന നടക്കുന്നതിനു പകരം ഒരു പ്രാർത്ഥന ഇമാമിന്റെ പ്രാർത്ഥന മാത്രം എന്നിട്ട് മറ്റുള്ളവർ ആമീൻ പറയുന്ന ആ രീതി നമ്മുടെ പള്ളിയിൽ ഉണ്ടാവില്ല. ഓരോരുത്തരും അവനവന് പ്രധാനപ്പെട്ട കാര്യം പ്രധാനപ്പെട്ട സമയത്ത് അള്ളാനോട് പ്രാർത്ഥിക്കേണ്ട സമയമാണ് അത്. അതെല്ലാവർക്കും ചെയ്യാൻ സൗകര്യമുണ്ടായിരിക്കും. ഇതുപോലെ നിരവധി കാര്യങ്ങളുണ്ട്. അത് ആരാധനകളാണെങ്കിലും അല്ലാത്തതാണെങ്കിലും തിങ്കളാഴ്ച രാവിലും വെള്ളിയാഴ്ച രാവിലും നടക്കുന്ന അത്തരത്തിലുള്ള പ്രത്യേക ആ ദിക്റുകളുണ്ടല്ലോ, ദിക്റുകൾ ചൊല്ലിക്കൊണ്ടിരിക്കണം ധാരാളമായി. പക്ഷെ റസൂലുള്ള പഠിപ്പിക്കാത്ത രൂപത്തിലും ഭാവത്തിലും എണ്ണത്തിലുമുള്ള ഈ ഹദ്ദാദ്, റാത്തീബ് പോലുള്ളവ അത്തരം കാര്യങ്ങളൊന്നും മതത്തിൽ അടിസ്ഥാനമില്ല എന്നതുകൊണ്ട് നമ്മുടെ പള്ളിയിൽ ഉണ്ടായിരിക്കില്ല. ഞാൻ അവസാനിപ്പിക്കട്ടെ. ഒരൊറ്റ കാര്യമാണ്, ഈ പള്ളി പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും വെളിച്ചം പ്രകാശിപ്പിക്കുവാനുള്ളതാണ്. ആ വെളിച്ചമാണ് ഈ പള്ളിയിലേക്ക് കടന്നു വരുന്ന ആളുകൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ അവരുടെ മനസ്സിൽ പള്ളിയിൽ നിന്ന് ഒരു ദിവ്യ വെളിച്ചത്തിന്റെ ഒരു തിരി കത്തിച്ച് മനസ്സിൽ കൊളുത്തി വെച്ച് വേണം പോവാൻ. ആ വെളിച്ചത്തിലാണ് നിങ്ങൾ നടക്കേണ്ടത്, ആ വെളിച്ചത്തിലാണ് നിങ്ങൾ ജീവിക്കേണ്ടത്, ആ വെളിച്ചത്തോടെയാണ് നിങ്ങൾ മരിച്ചു പോവേണ്ടത്. അതെ, നൂറുഹും യസ്ആ ബൈന ഐദീഹിം വബിഐമാനിഹിം യഖൂലൂന റബ്ബനാ അത്മിം ലനാ നൂറനാ. പരലോകത്ത് ഹാജരാക്കപ്പെടുന്ന വിശ്വാസികളായ ആളുകൾ അവർ നേടിയെടുത്ത വെളിച്ചം വ്യത്യസ്തമായ രൂപത്തിലായിരിക്കും. അതിൻ്റെ അളവും തോതും അവനവന്റെ വിശ്വാസത്തിനും അവനവന്റെ കർമ്മത്തിനും അനുസരിച്ചാണ് ഈ വെളിച്ചം അവന് ഇവിടെ വെച്ച് നേടിയെടുക്കാൻ കഴിയുന്നത്. അവരുടെ മുന്നിൽ നിന്ന് വലഭാഗത്തുകൂടെ ആ വെളിച്ചം അങ്ങനെ പ്രസരിച്ചു കൊണ്ടിരിക്കും. അവര് പറയും യഖൂലൂന, എന്താ പറയുന്നത്? റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, അത്മിം ലനാ നൂറനാ, ഞങ്ങളുടെ വെളിച്ചം നീ ഞങ്ങൾക്കിവിടെ പരിപൂർണമാക്കി തരണമേ എന്ന് അവിടെ വെച്ച് പ്രാർത്ഥിക്കണമെങ്കിൽ, അവിടേക്ക് പോകുമ്പോൾ വെളിച്ചമുണ്ടാവണമെങ്കിൽ ഇവിടെ നിന്ന് വെളിച്ചം നമ്മുടെ കൂടെ ഉണ്ടാവണം. ആ വെളിച്ചം നമുക്ക് കിട്ടുന്നത് പള്ളിയിൽ നിന്നാണ്. അതുകൊണ്ട് ഈ പള്ളിയിൽ നിന്ന് വേറിട്ട് നിന്ന് ഈ പള്ളിയിലേക്ക് കടന്നു വരാതെ ഇവിടേക്ക് തിരിഞ്ഞു നോക്കാതെ നാം മറ്റെവിടെയെങ്കിലും വെച്ച് പോയി എന്തെങ്കിലും ചെയ്താൽ ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ വയുൽകറ ഫീഹാ ഇസ്മുഹു എന്ന് പറഞ്ഞ ദിവ്യ വെളിച്ചം കുടിക്കൊള്ളുന്ന
ആ ഭവനത്തിൽ വന്നുകൊണ്ടാണ് ആ വെളിച്ചം നേടേണ്ടത്. അത് നമുക്ക് നടക്കാതെ പോകും, ലഭിക്കാതെ പോകും. എങ്കിലേ ആ വെളിച്ചത്തിൽ തന്നെ ജീവിക്കാനാവൂ, എങ്കിലേ ആ വെളിച്ചത്തോടെ മരിച്ചു പോവാനാവൂ, എങ്കിലേ ആ വെളിച്ചത്തോടെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടൂ, എങ്കിലേ ആ വെളിച്ചം പരലോകത്ത് മുന്നിലൂടെ വലതുഭാഗത്തുകൂടെ പ്രസരിക്കുകയുള്ളൂ. എങ്കിലേ റബ്ബേ ഞങ്ങൾക്ക് ഞങ്ങളുടെ വെളിച്ചം നീ പൂർത്തിയാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് അവകാശമുണ്ടാവുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഭവനമായ മനോഹരമായ ഈ ഭവനം ഇത് നിർമ്മിച്ചത് അവൻ സ്വീകരിക്കുകയും ഇതിനെ സ്പോൺസർ ചെയ്തവർക്ക്, സഹായിച്ചവർക്ക്, നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തവർക്ക്, ഇതിനെ മാനസികമായെങ്കിലും പിന്തുണച്ചവർക്ക്, ഇങ്ങനൊരു ഭവനം ഇവിടെ വേണമെന്ന് ഇഷ്ടപ്പെട്ടവർക്ക്, ആഗ്രഹിച്ചവർക്കൊക്കെ അവരുടെ മനോഗതിക്കനുസരിച്ച് അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ഇനി ഈ പള്ളി ഇവിടെ നിന്ന് അങ്ങോട്ട് ഇത് നല്ല രൂപത്തിൽ പരിപാലിച്ചു കൊണ്ടുപോകുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ പ്രദേശത്തുള്ള ഇസ്ലാഹി പ്രവർത്തകന്മാരായ ആളുകൾക്ക്, തൗഹീദി പ്രവർത്തകന്മാരായ ആളുകൾക്ക് തൗഹീദിന്റെ വെളിച്ചം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ, അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കേന്ദ്രം, അവരുടെ പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിനുള്ളൊരു കേന്ദ്രം ഇവിടെ പടുത്തുയർത്തപ്പെട്ടത് ആ അർത്ഥത്തിൽ തന്നെ പള്ളിയുടെ സന്ദേശം ഉൾക്കൊള്ളാനും അത് പ്രചരിക്കാനും അത് പ്രചരിപ്പിക്കാനും പള്ളിയിൽ നിന്ന് ആ വെളിച്ചം കൊളുത്തിയെടുക്കാനും ആ വെളിച്ചം നേടിയ ഒരു തലമുറയെ ഇവിടെ വളർത്തിയെടുക്കാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.